Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയാസ് കോളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പയ്യന്നൂർ നഗരസഭയിൽ ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലേറുമെന്ന് DCC ജനറൽ സെക്രട്ടറി രജിത്ത് നാറാത്ത്. UDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നഗരസഭ ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലേറുമെന്ന് DCC ജനറൽ സെക്രട്ടറി രജിത്ത് നാറാത്ത്. UDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ സീറ്റുകളുമായി ഐക്യജനാധിപത്യ മുന്നണി പയ്യന്നൂരിലെ നഗരസഭക്കകത്തുണ്ടാകും എന്ന് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ ഒന്നടങ്കം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. CPM-നെ അവരുടെ ആശയപരമായി വലിയ വെല്ലുവിളികൾ നേരിടുന്നത്. ആ വെല്ലുവിളിയുടെ ഭാഗമായിട്ടാണ് UDF മുനിസിപ്പൽ ചെയർമാൻ A. രൂപേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K. ജയരാജ്, UDF മുനിസിപ്പൽ കൺവീനർ VK ഷാഫി, CMP ഏരിയ സെക്രട്ടറി P. രത്നാകരൻ, JSS ജില്ലാ പ്രസിഡന്റ് KV കൃഷ്ണൻ, നേതാക്കളായ P. ലളിത, KK ഫൽഗുനൻ, M. പ്രദീപ് കുമാർ, അത്തായി പത്മിനി, VM പീതാംബരൻ, KV ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ബൈപ്പാസ് റോഡ് നവീകരണ പ്രവൃത്തി അവസാന ഘട്ടത്തിലേക്ക്. അടുത്ത ദിവസം മുതൽ വാഹനങ്ങൾ കടത്തിവിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം അവസാനഘട്ട ലെയർ ടാറിംഗ് നടത്തുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. പയ്യന്നൂർ ബൈപ്പാസ് റോഡ് നവീകരണം അന്തിമഘട്ടത്തിലേക്ക്. ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയായി. നാളെ മുതൽ വാഹനങ്ങൾ കടത്തിവിടുകയും വാഹനങ്ങളുടെ ഭാരവും കണക്കിലെടുത്ത് സ്ഥിതിഗതികൾ നിരീക്ഷിച്ച ശേഷം തുടർന്ന് ഒരു ലെയർ കൂടി ടാറിംഗ് നടത്തുമെന്ന് അധികാരികൾ അറിയിച്ചു. കാലങ്ങളായി വിവാദമായ റോഡായിരുന്നു പയ്യന്നൂർ ബൈപ്പാസ് റോഡ്. നിലവിൽ പണികൾ അവസാന ഘട്ടത്തിലാണെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. LDF-ഉം UDF-ഉം ചേർന്നുള്ള സഖ്യമാണ് NDAയുടെ എതിരാളികളെന്ന് BJP കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത് അഭിപ്രായപ്പെട്ടു. NDAയുടെ തൃക്കരിപ്പൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് എന്ന പാർട്ടിയെ മുസ്ലിം ലീഗിന് പണയപ്പെടുത്തിയെന്നും ഇടത് വലത് മുന്നണികൾ ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നില്ലെന്നും NDAയുടെ തൃക്കരിപ്പൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശ്രീകാന്ത് ആരോപിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യ പ്രവർത്തകർക്ക് ഏതെങ്കിലും ഒരു വീട്ടിൽ ഉത്തരം മുട്ടുന്ന ചോദ്യം വോട്ടർമാരിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു പ്രയാസം വന്നിട്ടുണ്ടോ? ഏതെങ്കിലും നമുക്ക് ഉത്തരം മുട്ടുന്ന ഏതെങ്കിലും ഒരു ചോദ്യം ഇല്ല എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ജനങ്ങൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണ്. BJP മണ്ഡലം പ്രസിഡന്റ് TV ഷിബിൻ അധ്യക്ഷത വഹിച്ചു. BDJS ജില്ലാ ട്രഷറർ K. കുഞ്ഞികൃഷ്ണൻ, T. കുഞ്ഞിരാമൻ, അഡ്വക്കേറ്റ് EM സോജു, K. രമേശൻ, T. കരുണാകരൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. LDF കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രകടന പത്രിക മാത്തിൽ CK സ്മാരക ഹാളിൽ പ്രകാശനം ചെയ്തു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. LDF കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രകടന പത്രിക മാത്തിൽ CK സ്മാരക ഹാളിൽ പ്രകാശനം ചെയ്തു.
CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പെരിങ്ങോം ഏരിയ സെക്രട്ടറി P ശശിധരന് കൈമാറി പ്രകാശന കർമ്മം നിർവഹിച്ചു. അതിൽ വികസന തുടർച്ചകൾ, ക്ഷേമത്തിനും മതനിരപേക്ഷതക്കും വോട്ട് ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് ഇടതുപക്ഷമില്ലാതെ മറ്റൊരു പക്ഷമില്ല. വികസന വിരുദ്ധർ വികസനം മുരടിക്കുന്ന നേതൃത്വം കൊടുക്കുന്നവരുമാണ് UDF എന്നത് നേരത്തെ തെളിഞ്ഞു കഴിഞ്ഞതാണ്. 91,000 കോടി രൂപ കിഫ്ബിയിലൂടെ പണം അനുവദിച്ചതിനെ തുടർന്നാണ് 1197 പദ്ധതികൾക്ക് ജീവൻ നൽകാൻ LDF സർക്കാർ കഴിഞ്ഞു. ചടങ്ങിൽ KP കണ്ണൻ അധ്യക്ഷനായി. VV ഭാസ്കരൻ, അഡ്വക്കേറ്റ് PP സിദിൻ, KV ദാമോദരൻ, IC ശ്രീകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മാത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മുഴുവൻ സമയ സേവനവും, കിടത്തി ചികിത്സയും, കാർഷിക മേഖലയിലെ സമഗ്ര യന്ത്രവൽക്കരണവും, മാലിന്യം ശേഖരണം സംബന്ധിച്ച് ട്രൂകോളർ അറിയിപ്പ് സംവിധാനം ഏർപ്പെടുത്തൽ എന്നിവയെല്ലാം പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഒരു കാലത്തെ കാർഷിക സംസ്കാരത്തിന്റെ അടയാളമായി കരിവള്ളൂർ പെരളത്ത് കുറെ നീലക്കുപ്പായക്കാർ ഇന്നുമുണ്ട്. കാലവും കൃഷിയും മാറിയെങ്കിലും നീലക്കുപ്പായവും 10ാം നമ്പർ മുണ്ടും ഇപ്പോഴും ഇവർ ജീവിതത്തോട് ചേർത്ത് നിർത്തുകയാണ്. ഒരു കാലത്തെ കാർഷിക സംസ്കാരത്തിന്റെ അടയാളമായി കരിവള്ളൂർ പെരളത്ത് കുറെ നീലക്കുപ്പായക്കാർ ഇന്നുമുണ്ട്. 1955ഓടെയായിരുന്നു പെരളത്ത് നീലക്കുപ്പായക്കാർ രൂപമെടുത്തത്. 1960 മുതൽ 80 വരെ നീലക്കുപ്പായക്കാരുടെ സുവർണ കാലഘട്ടമായിരുന്നു. അക്കാലത്ത് പാടത്തും പറമ്പിലുമൊക്കെ പണിയെടുക്കുന്നവർ നീലക്കുപ്പായം അണിഞ്ഞിരുന്നു. പിന്നീട് അതൊരു ശീലമായി. ദൂരസ്ഥലങ്ങളിൽ പോകുമ്പോൾ മാത്രമേ ഇവർ നീലക്കുപ്പായം അഴിച്ചു വെക്കാറുള്ളൂ. അക്കാലത്ത് വിശേഷ ദിവസങ്ങളിൽ പോലും ബന്ധുക്കൾ ഇവർക്ക് നൽകിയിരുന്നത് നീലക്കുപ്പായവും 10ാം നമ്പർ മുണ്ടുമായിരുന്നു. പണിപനിയൻ എന്നാണ് കർഷകർ നീലക്കുപ്പായത്തെ വിളിച്ചിരുന്നത്. 14 വയസ്സ് മുതലേ നമ്മൾ കൃഷിപ്പണിയിൽ ഏർപ്പെട്ടതാണ്. അതിനുശേഷം പിന്നെ നമ്മൾ ആടുന്ന് ഇന്നിപ്പം 78 വയസ്സായി. തുടർച്ചയായിട്ട് ആ വയസ്സ് മുതലേ നമ്മൾ ഇതേ വേഷത്തിൽ തന്നെ നമ്മൾ ഇറങ്ങി പണി പ്രവർത്തിച്ചെടുക്കുന്നു. അപ്പോൾ നമ്മൾ ദൂരയാത്ര പോകുമ്പോൾ മാത്രമേ നമ്മൾ ഈ വെള്ള ഷർട്ടും മുണ്ടെല്ലാം ഇട്ടിട്ട് പോകൂ. മറ്റ് ഈ പരിസരത്ത് എവിടെയുണ്ടെങ്കിലും നമ്മൾ ഈ വേഷത്തിൽ നമ്മൾ എത്തുമ്പോൾ ഇപ്പോൾ അങ്ങനെ മറ്റതെല്ലാം നമുക്കൊരു ആറാമാണ് ആ വേഷം. അതുകൊണ്ട് നമ്മളിപ്പം കൃഷിപ്പണിക്കോ, ഞാൻ ചെത്ത് തൊഴിലാളിയാണ്, ചെത്താൻ പോകുമ്പോൾ ഈ വേഷം തന്നെ, മറ്റുള്ള എല്ലാം നമ്മുടെ നാട് പ്രദേശത്തെല്ലാം ഇതേ വേഷത്തിൽ തന്നെ പോകും. ഇപ്പോൾ നമ്മളിപ്പോൾ പിന്നെ കൃഷി പണിയെടുക്കുന്നു, കറവുണ്ട്, ബാക്കി എല്ലാ പണിയും ഇപ്പോൾ തുടർച്ചയായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇതുവരെ മറ്റു കുഴപ്പമൊന്നുമില്ല. മുറുക്കാനും മറ്റും സൂക്ഷിക്കാനും വലിയ കീശയും ഉണ്ടായിരിക്കും. ചെളിപുരണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവില്ലെന്നതും നേട്ടമായി. കാലം മാറി. പെരളത്തെ നീലക്കുപ്പായക്കാരുടെ എണ്ണവും കുറഞ്ഞു. 15ൽ താഴെ പേർ മാത്രമേ ഇന്ന് ഇവരുടെ കൂട്ടത്തിലുള്ളൂ. എല്ലാവരും 75 വയസ്സൊക്കെ കഴിഞ്ഞവരാണ്. പെരളത്തെ ഏതെങ്കിലും വഴികളിൽ കൂടി കടന്നു പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നിന്ന് ഇവർ പണിയെടുക്കുന്നുണ്ടാകും. പോയൊരു കാലത്തിന്റെ തിരുശേഷിപ്പായ ആ നീലക്കുപ്പായവും അണിഞ്ഞ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ അമ്പലത്തിന്റെ ചരിത്രപ്പെരുമയുമായി പുറത്തിറങ്ങിയ നിറമാല ആൽബം നാട് നെഞ്ചേറ്റിയിട്ട് 15 വർഷങ്ങൾ പിന്നിടുന്നു. പയ്യന്നൂർ കോൽക്കളി പാട്ടുകളുടെ പുനരാവിഷ്കാരമായ ഭക്തിയുടെ ഈ നിറമാല നാട് ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്.
എന്ന നിലയിലാണ് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ചും പയ്യന്നൂർ പെരുമാളെക്കുറിച്ചുമുള്ള ഒരു ഭക്തിഗാന ആൽബം നിറമാല എന്ന പേരിൽ 2010 തയ്യാറാക്കുന്നത്. അതിനു മുമ്പ് പയ്യന്നൂർ പെരുമാളെ സംബന്ധിച്ച് പാട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ചരിത്രവും ഐതിഹ്യവും ഒക്കെ വളരെ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു വീഡിയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൂടുതൽ പയ്യന്നൂരിന് പുറത്തേക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രശസ്തിയും പ്രചാരവും കൊണ്ടുവരണമെന്ന നിലയിലാണ് അന്ന് ഈ നിറമാല എന്ന ഓഡിയോ വീഡിയോ ആൽബം സിനിമയിലെ വളരെ പ്രശസ്തരായിട്ടുള്ള ഗായകരാണ് ഈ ക്ഷേത്രത്തിന് വേണ്ടി അന്ന് ആ ആൽബത്തിലൂടെ അണിനിരുന്നത്. യശശരീരനായ ജയചന്ദ്രൻ, സുജാത, വേണുഗോപാൽ, റിമി ടോമി, അങ്ങനെ ഒരുപാട് പേര്. അതിൽ പ്രധാനപ്പെട്ട 2 പാട്ടുകൾ മധു ബാലകൃഷ്ണനും കാവാലൻ ശ്രീകുമാറും പാടിയ 2 പാട്ടുകൾ ആണ് ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങളായി ചിത്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. മികച്ച ഗായകരുടെ വലിയൊരു നിര തന്നെയാണ് നിറമാലയ്ക്ക് വേണ്ടി അണിനിരുന്നത്. ജയചന്ദ്രൻ, സുജാത, മധു ബാലകൃഷ്ണൻ, റിമി ടോമി, വേണുഗോപാൽ, കാവാലം ശ്രീകുമാർ തുടങ്ങിയ പ്രമുഖർ ആൽബത്തിലെ ഗാനങ്ങൾക്ക് ശബ്ദം നൽകി. ആമച്ചൽ പവിത്രനാണ് സംഗീതം നൽകിയത്. ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം അനൂപാണ് ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചത്. പയ്യന്നൂർ അമ്പലത്തിലെ ഒരു വർഷത്തെ മുഴുവൻ ആചാരങ്ങളും ചടങ്ങുകളും ഈ ആൽബത്തിനു വേണ്ടി ദൃശ്യവൽക്കരിച്ചിട്ടുണ്ട്. നിറപുത്തരി, പഞ്ചസാരക്കലം, തിടമ്പെഴുന്നള്ളത്ത്, കളഭം തുടങ്ങിയ ക്ഷേത്രവിശേഷങ്ങളെല്ലാം കോർത്തിണക്കിയ ഇതിലെ 2 ഗാനങ്ങൾ പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. ഇന്ന് 15 വർഷങ്ങൾക്ക് ശേഷവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് എല്ലാവർക്കും ഒരു ഗൃഹാതുരത്വം പോലെ, നൊസ്റ്റാൾജിയ പോലെ ആ പാട്ടുകൾ ഇന്നും നിലനിൽക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു സന്തോഷം. ആ സന്തോഷം സ്നേഹപൂർവ്വം നിങ്ങളുമായി പങ്കിടുകയാണ്. 7 സിനിമകൾക്കും 3 മെഗാ പരമ്പരകൾക്കും ഒട്ടേറെ ടെലിഫിലിമുകൾക്കും രചന നിർവഹിച്ച സുരേഷ് പൊതുവാളിൻ്റെ ഈ സംവിധാന സംരംഭം പയ്യന്നൂരിൻ്റെ സാംസ്കാരിക പൈതൃകത്തിന് കിട്ടിയ ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഇന്നും ഭക്തർക്ക് പയ്യന്നൂർ അമ്പലത്തിൻ്റെ ഐതിഹ്യങ്ങളെയും ആചാരങ്ങളെയും അടുത്തറിയാൻ സഹായിക്കുന്ന ഒരു ഭക്തിനിർഭരമായ കാഴ്ചയും കേൾവിയുമാണ് നിറമാല. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്ന് കരുതിയ LDFന് ജനങ്ങളുടെ തിരിച്ചടി എന്താണെന്ന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബോധ്യമാവുമെന്ന് മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി അഭിപ്രായപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷൻ UDF പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനുകൂലമായ രീതിയിൽ നോക്കുന്നു. വോട്ടുകൾ കുറേ കുറഞ്ഞ വോട്ടുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അനുകൂലമായ രീതിയിലുള്ള വിഭജനമാണ് നടത്തിയത്. വലിയ രീതിയിലുള്ള വോട്ടുകളും. സംസ്ഥാനത്തെ LDF അഴിമതി ഭരണത്തോടുള്ള പൊതുവികാരം കൂടി കണക്കിലെടുത്താൽ മികച്ച ഭൂരിപക്ഷം തന്നെ UDF നേടുമെന്നും അദ്ദേഹം പറഞ്ഞു. തൃക്കരിപ്പൂർ ബാഫക്കി തങ്ങൾ സ്മാരക സൗധത്തിൽ നടന്ന കൺവെൻഷനിൽ മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട് അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ മുഖ്യപ്രഭാഷണം നടത്തി.
UDF ജില്ലാ കൺവീനർ എ ഗോവിന്ദൻ നായർ, KPCC ജനറൽ സെക്രട്ടറി ഹക്കീം കുന്നിൽ, DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, ജനറൽ സെക്രട്ടറി KP പ്രകാശൻ, UDF നിയോജക മണ്ഡലം ചെയർമാൻ P കുഞ്ഞിക്കണ്ണൻ, ലത്തീഫ് നീലഗിരി, S കുഞ്ഞഹമ്മദ്, VK ബാവ, VV അബ്ദുള്ള ഹാജി, K ശ്രീധരൻ മാസ്റ്റർ, EV ദാമോദരൻ, നിഷാം പട്ടേൽ, KV വിജയൻ, NKP മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ക്ലാബ് കൗൺസിലിംഗ് ക്ലിനിക് പയ്യന്നൂർ കോത്തായിമുക്കിൽ പ്രവർത്തനം ആരംഭിച്ചു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. മാനസികാരോഗ്യത്തിനും ജീവിത സുരക്ഷിതത്വത്തിനും ഉയർന്ന പ്രാധാന്യം കൈവന്ന പുതിയ കാലത്തിന് അനുയോജ്യമാം വിധം മാനസിക പിരിമുറുക്കം കുറഞ്ഞ സമൂഹം എന്ന ലക്ഷ്യത്തിൽ ഉയർന്ന പരിശീലനം ലഭിച്ചവരും പരിചയസമ്പന്നരുമായ മനഃശാസ്ത്ര വിദഗ്ധർ, കൗൺസിലർമാർ എന്നിവർ നേതൃത്വം നൽകുന്ന ക്ലാബ് കൗൺസിലിംഗ് സെന്റർ പയ്യന്നൂർ കോത്തായിമുക്കിൽ പ്രവർത്തനം ആരംഭിച്ചു. ദേശീയപാതയ്ക്ക് സമീപം അജ്ന കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഓഫീസ് പയ്യന്നൂർ MLA TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ഈ പുതിയ കാലത്ത് സമൂഹത്തിൻ്റെ വൈവിധ്യമുള്ള മേഖലകളിൽ സംഘർഷഭരിതമായ അന്തരീക്ഷമൊക്കെ രൂപപ്പെടുന്ന പശ്ചാത്തലത്തിൽ മാനസിക ആരോഗ്യത്തിൻ്റെ മേഖലയിലും സാമൂഹ്യമായ ഒരു കരുത്തിൻ്റെ ഉൽപ്പാദന പ്രക്രിയയിലും വലിയ പങ്ക് വഹിക്കാനുള്ളതിൻ്റെ തിരിച്ചറിവോട് കൂടിയിട്ടാണ് MSW ബിരുദധാരികളായിട്ടുള്ള 3 പേർ ചേർന്ന് ക്ലാബ് എന്ന പേരിൽ ഇങ്ങനെയൊരു പുതിയ സംരംഭം പയ്യന്നൂരിൽ, വിശേഷിച്ചും ഈ കണ്ടോത്ത് കോത്തായിമുക്കിൽ ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. എല്ലാ സ്വകാര്യതകളും എല്ലാ ആവശ്യകതകളും കണ്ടറിഞ്ഞ് ഈ ഒരു സംരംഭം വലിയ നിലയിൽ ജനങ്ങൾക്ക്, ഗുണഭോക്താക്കൾക്ക് ഉപയോഗപ്പെടും എന്നുള്ളത് പൂർണ്ണമായിട്ട് നമുക്കെല്ലാം ബോധ്യം നൽകുന്നൊരു കാര്യമാണ്. ക്ലാപ്പ് നാടിൻ്റെ സന്തോഷത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ക്ലാപ്പായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാ ആശംസകളും അർപ്പിക്കുകയാണ്. ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മുപ്പത് വർഷക്കാലത്തിലേറെയായി പയ്യന്നൂർ പെരുമാളുടെ നടയിൽ കൊട്ടിപ്പാടി അർച്ചന നടത്തി ഭാഗ്യേഷ് മാരാർ. വാദ്യമേഖലയിൽ പുതിയ തലമുറയുടെ കടന്നുവരവ് പ്രശംസനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പൂർണ്ണകാരുണ്യമേറെ ദിവാനിശോ പൂരിതാനന്ദമേകുന്ന വേല. കഴിഞ്ഞ 30 വർഷക്കാലത്തിലേറെയായി പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ദൈനംദിന ചടങ്ങുകൾക്കും അതുപോലെയുള്ള ആരാധനാ മഹോത്സവത്തിന്റെ സമയത്തും കൃത്യമായി എല്ലാ ദിവസവും പങ്കെടുക്കുന്ന ഒരാളാണ് ഭാഗ്യേഷ് മാരാർ. നമ്മുടെ കൂടെ ഉള്ളത് അദ്ദേഹമാണ്. അപ്പോൾ ഇപ്പോൾ 30 വർഷത്തിലേറെയായി ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം എങ്ങനെയാണ് ഓർമ്മിക്കുന്നത്? 30 വർഷം 1996 ഞാൻ ജോയിൻ ചെയ്തത് സർവീസിൽ. അതിനു മുന്നേ അമ്മാവൻ്റെ ബദൽ അടിയന്തരമായിട്ട് വർഷങ്ങളോളം ഉണ്ടായിരുന്നു, 5-6 വർഷങ്ങളുണ്ടായിരുന്നു. കറക്റ്റ് സർവീസിൽ 30 വർഷം. അപ്പോൾ പഴയ ആരാധന എന്ന് പറയുന്നത് ഇന്നത്തെ ഉത്സവ വാദ്യച്ചിട്ടകളൊക്കെ പഴയ ആ സമ്പ്രദായത്തിൽ തന്നെയാണ് ഇന്നും പോകുന്നത്. ആൾക്കാർ ഇതിനേക്കാളും വാദ്യക്കാർ പഴയ കാലത്ത് വന്ന് ഇവിടെ വാദ്യസേവ നടത്താറുണ്ട്. അന്നെന്ന് പറഞ്ഞാൽ ആരും ക്ഷണിക്കൊന്നും വേണ്ട. പയ്യന്നൂർ അമ്പലത്തിലെ ആരാധന തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വടക്കേ മലബാറിലെ മുഴുവൻ വാദ്യക്കാരും വന്ന് ഇവിടെ തന്നെ താമസിച്ച് ഇവിടെ തന്നെ 15 ദിവസം താമസിച്ച് വാദ്യസേവ നടത്തി പോകുന്ന ഒരു കാലഘട്ടമാണ് എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മ. ഇന്നത്തെ കാലത്ത് അതൊക്കെ മാറി ചെറുപ്പക്കാർ ഇഷ്ടം പോലെ ഈ മേഖലയിൽ വന്നു. ഇപ്പോൾ അവർ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ രാത്രി തിരിച്ചു പോകും. പിന്നെ രാവിലത്തെ മേളത്തിന് ആ സമയമാകുമ്പോൾ എത്തും. അങ്ങനെയാണ് ഇപ്പോഴത്തെ വാദ്യക്കാരുടെ ഒരു. പക്ഷേ ആ നമ്മുടെ അമ്പലത്തിലെ എല്ലാ ചടങ്ങുകളും
പഴയ ആ സമ്പ്രദായത്തിന് ഒരു അണുവിട വ്യത്യാസം വരാതെ ആ ചടങ്ങുകളൊക്കെ അതേപോലെ നിലനിർത്തി അതിൻ്റെ ഭംഗിയോടുകൂടി പഞ്ചവാദ്യം, തായമ്പക, ചെണ്ടമേളം, പിന്നെ ഭഗവതിയുടെ പാട്ട്, ഇതൊക്കെ ആ പഴയ സമ്പ്രദായത്തിൽ തന്നെ ഇന്നും നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഈ പുതിയ തലമുറ ഈ ഇതിലേക്ക് കടന്നു വരുന്നത് കുറവാണോ, അല്ല അവരുടെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ട്? പുതിയ തലമുറ ഈ വാദ്യമേഖലയിൽ ഒരുപാട് അധികം കുട്ടികൾ ഇത് പഠിക്കാനും ഇവിടെ വന്ന് സേവിക്കാനും വരുന്നുണ്ട്. ഇപ്പോൾ കൃത്യമായിട്ട് ആശാന്മാരുടെ കീഴിൽ ചിട്ടയായി പഞ്ചവാദ്യം, തായമ്പക ഇതൊക്കെ അഭ്യസിച്ച കുട്ടികളാണ് ഈ വർഷം ഇവിടെ ആശാന്മാരായിട്ടുള്ളത്. മടിയൻ രാധാകൃഷ്ണമാരാർ, തൃശ്ശൂർ പൂരത്തിനത്തെ കഴിഞ്ഞ മേളത്തിന് പങ്കെടുത്ത ആളാണ് മടിയൻ രാധാകൃഷ്ണമാരാർ. പിന്നെ തൃക്കരിപ്പൂർ രാമകൃഷ്ണമാരാർ, ചെറുതാഴം ഗോപാലകൃഷ്ണമാരാർ, അങ്ങനെ ഉള്ള ആശാന്മാരാണ് ഇന്നിപ്പോൾ ഇവിടെ വാദ്യത്തിൻ്റെ പ്രമാണം വഹിക്കുന്നത്. അപ്പം എന്തായാലും 30 വർഷക്കാലത്തിലേറെയായി ഇവിടെ സേവനം തുടങ്ങിയിട്ട് ഇനിയുള്ള കാലങ്ങളിലും എന്തായാലും ഭഗവാന് നിത്യവും അർച്ചന ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നെറ്റ്വർക്കിൽ വിളിച്ച് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ തരാൻ പറ്റിയ നിങ്ങളോട് നന്ദി പറയും. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. ഇഷ്ടകാര്യസിദ്ധിക്കായി വിശ്വാസികൾ നടത്തിവരാറുള്ള ഒരു അനുഷ്ഠാന കലയാണ് കളംപാട്ട് അഥവാ കളമെഴുത്തുപാട്ട്. ഇന്ന് ഈ കല വളരെ അപൂർവം ഇടങ്ങളിലേ കാണപ്പെടാറുള്ളൂ. ഈ കലാരൂപം അതിന്റെ തനതായ രീതിയിൽ ഇല്ലാതായിട്ട് ദശകങ്ങളായി. ഭദ്രകാളി, അയ്യപ്പൻ, വേട്ടക്കുരുമകൻ, സർപ്പം തുടങ്ങിയ ദേവന്മാർക്കായി നടത്തുന്ന വിശേഷ വഴിപാടാണ് കളംപാട്ട് അഥവാ കളമെഴുത്തുപാട്ട്. ഹൈന്ദവ ഗൃഹങ്ങളിൽ ബന്ധുക്കളെയും അയൽക്കാരെയും വിളിച്ച് ചടങ്ങ് നടത്തുന്നു. അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, കറുത്ത പൊടി, ചുവന്ന പൊടി എന്നിവയാണ് കളം വരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. ഭദ്രകാളിക്കളം, ഭൂതക്കളം, വേട്ടയ്ക്കൊരുമകൻ കളം, യക്ഷിക്കളം തുടങ്ങി നിരവധി കളങ്ങളുണ്ട്. പഞ്ചവർണ്ണ പൊടികൾ കൊണ്ട് മൂർത്തിയുടെ കളം വരച്ചതിനു ശേഷം മൂർത്തിയെ സ്തുതിച്ച് നന്ദുണി മീട്ടി ദേവതാസ്തുതി പാടുകയും ചെയ്യുന്നു. പിന്നീട് കളം മായ്ക്കുകയും ചെയ്യും. മണ്ഡലകാലത്തെ അനുഷ്ഠാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണിത്. അതിപുരാതനമായ പെരുകോണ ക്ഷേത്രത്തിൽ കവിടിയങ്ങാട് രക്തേശ്വരിയും വടവല ഭഗവതിയാണ് കുടിയിരിക്കുന്നത്. ഇവിടെ കാര്യസിദ്ധിക്കായിട്ടാണ് കളമെഴുത്തും പാട്ടും ഈ ചടങ്ങ് ആചരിച്ചു വരുന്നത്. ഓരോരോ പ്രശ്നങ്ങൾക്ക് പ്രാർത്ഥിച്ചാൽ അത് സാധിച്ചാൽ പ്രാർത്ഥനാരൂപത്തിൽ ചെയ്യുന്നതാണ് കളമെഴുത്തും പാട്ടും. പുള്ളുവർ, കണിയാൻ, വണ്ണാൻ സമുദായക്കാരാണ് ഈ കല ചെയ്യുന്നത്. ഈ കല അതിൻ്റെ തനി രൂപത്തിലില്ലാതായിട്ട് ദശകങ്ങളായി. കരിവള്ളൂർ ഓണക്കുന്നിൽ പരേതനായ കണിശൻ നാരായണൻ ഈ രംഗത്ത് ശ്രദ്ധേയനായ കലാകാരനായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കൺവെൻഷൻ നവംബർ 30 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പയ്യന്നൂർ ഹോട്ടൽ ജുജു ഇന്റർനാഷണലിൽ നടക്കും. കൺവെൻഷന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പയ്യന്നൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കൺവെൻഷൻ 2025 നവംബർ 30 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പയ്യന്നൂർ ഹോട്ടൽ ജുജു ഇന്റർനാഷണൽ വെച്ച് നടക്കും. ജില്ലാ പ്രസിഡന്റ് കെ അച്യുതന്റെ അധ്യക്ഷതയിൽ ചേരുന്ന ജില്ലാ കൺവെൻഷൻ പയ്യന്നൂർ MLA TA മധുസൂദനൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് KP ബാലകൃഷ്ണ പൊതുവാൾ, സംസ്ഥാന ട്രഷറർ മുഹമ്മദ് ഷെരീഫ്, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിജുലാൽ തുടങ്ങി സംസ്ഥാന നേതാക്കന്മാർ പങ്കെടുക്കും. കൺവെൻഷന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പയ്യന്നൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KP ബാലകൃഷ്ണ പൊതുവാൾ, KN ഭൂപേഷ്, P സുമേഷ്, K നാരായണൻ, മഹേഷ് മുത്താഴം, മഹേഷ് K, ഷാൻ ബർഗർ, ഗ്രേസ് സൈദ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ വടക്കുംപാട്ടെ പള്ളി സേവകനായിരുന്ന യുവാവിന് സാമൂഹ്യ മാധ്യമ കൂട്ടായ്മ വീട് നിർമ്മിച്ചു നൽകി. ആമത്തലയിലെ KA നൌഷാദിനാണ് വടക്കുംപാട് ന്യൂസ് വാട്സാപ്പ് ഗ്രൂപ്പ് വീട് പണിതു നൽകിയത്. 300-ൽ പരം ആളുകൾ അംഗങ്ങളായിട്ടുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ്
10 ലക്ഷത്തിൽ പരം രൂപ ചിലവിട്ട് വീട് നിർമ്മിച്ചു നൽകിയത്. 2 ബെഡ്റൂം, ഹാൾ, അടുക്കള, വരാന്ത, ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള വീടാണ് നിർമ്മിച്ചത്. 5 വർഷം മുൻപ് രൂപീകൃതമായ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലക്ഷക്കണക്കിന് രൂപയുടെ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾ ഇതിനകം നടത്തിയിട്ടുണ്ട്. വർഷങ്ങളായി തൃക്കരിപ്പൂർ വടക്കുംപാട് പള്ളിയിൽ സേവകനായി പ്രവർത്തിച്ച ആമത്തല സ്വദേശി KN നൌഷാദിന് നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം സമസ്ത കണ്ണൂർ ജില്ലാ ട്രഷറർ സയ്യിദ് A ഉമ്മർകോയ തങ്ങൾ നിർവഹിച്ചു. വടക്കുംപാട് ജുമാ മസ്ജിദ് മുദ്രീസ് ത്വാഹ ബാഖവി, ഗ്രൂപ്പ് ഭാരവാഹികളും അഡ്മിന്മാരുമായ M കുഞ്ഞഹമ്മദ്, AG അബ്ദുറഹ്മാൻ, AG മജീദ്, ജലീൽ കാരോളം, വിദേശ പ്രതിനിധികളായ VP അലി, VPM സുലൈമാൻ, മുസ്തഫ പടന്ന, VPM അബ്ദുൾ റഹ്മാൻ, കാസിം ഉടുമ്പന്തല, വടക്കുംപാട് ജമാഅത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട്, ആമത്തൽ ജമാഅത്ത് പ്രസിഡന്റ് APK സിദ്ദീഖ്, APK ഷൗക്കത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വടക്കുംപാട് ന്യൂസ് വാട്സപ്പ് ഗ്രൂപ്പ് തയ്യാറാക്കിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ളൊരു വീട്ടുകൂടൽ ചടങ്ങിലാണ് നമുക്ക് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വളരെ സാധുവായിട്ടുള്ള നൌഷാദ് എന്ന് പറയുന്ന വടക്കുംപാടിൽ ജനിച്ചിട്ടില്ലെങ്കിലും വടക്കുംപാട് മഹലിൽ പഠിച്ച് വളർന്ന് അവിടെ തന്നെ ജോലിയൊക്കെ ചെയ്ത നൌഷാദ് എന്ന് പറയുന്ന സാധുവായ പച്ച മനുഷ്യന് വേണ്ടിയിട്ടുള്ള ഒരു സുന്ദരമായ ഭവനമാണ് ഇവിടെ ഒരുക്കി തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ ഉണ്ട്. അള്ളാഹു അവർക്കൊക്കെ അർഹിക്കുന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഇതോടെ നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.